നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പരമാവധി ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാം, ഓരോ കമ്മീഷൻസും നമ്മൾ നോക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടാവും, നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ഇതിൽ ഈ റെക്കമെൻഡേഷൻ ഈ കമ്മീഷൻ്റെ ആണോ മറ്റേ കമ്മീഷൻ്റെ ആണോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ കമ്മീഷൻ്റെ ക്ലാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റിവൈസ് ചെയ്ത് കേൾക്കുക. ഒരു ദിവസം ഒരു ക്ലാസ് കേൾക്കുക. അങ്ങനെ നിങ്ങൾ റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു അരമണിക്കൂർ കണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ഒരു 1.5 ടൈംസ് സ്പീഡ് കൂട്ടിയിട്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും ഓരോ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഒപ്പം കുറച്ച് MCQs, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തും കൂടെ പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സ്പെഷ്യൽ ടോപ്പിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Dr. S. Radhakrishnan was the chairman of UEC set up in 1946. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്: UGC became a statutory organization of Government of India by an Act of Parliament in 1956. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ABCD 4 ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇംഗ്ലീഷിൽ തന്നിട്ട് എനിക്കിത് മലയാളത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ മലയാളത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനേക്കാളും ഈസിയാണല്ലോ. നമുക്ക് ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് മലയാളത്തിലോട്ട് പറഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും നമ്മുടെ ഓർമ്മയിലുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് മലയാളം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് നോക്കിയാലും നമുക്ക് ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി ലെവൽ എക്സാമാണ്, മെയിൻ എക്സാമാണ്, സോ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഡോക്ടർ ചെയർമാൻ വാസ് ചെയർമാൻ ഓഫ് UEC, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനായിട്ട് UEC എന്ന് കൊടുത്തിരിക്കുന്നത്. UECയുടെ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണനാണ്. സെറ്റപ്പ് ഇൻ 1946. 1946 സെറ്റപ്പ് ചെയ്ത UECയുടെ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണനാണ്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനാണ് അല്ലേ. ഇറ്റ് ബിക്കേം എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ UEC ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആയത് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ് ഇൻ 1956. 1956 പാർലമെൻറ്റിൽ വന്ന ഒരു ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഇത് രണ്ടും ശരിയാണോ രണ്ടും തെറ്റാണോ? ഒന്ന് ശരി രണ്ട് തെറ്റ്, ഒന്ന് തെറ്റ് രണ്ട് ശരിയാണോ? നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഇത് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. നിങ്ങളൊരു ആൻസർ കൊടുത്തു നോക്കുക, എന്നിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. കറക്റ്റാണോ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കുക. ചെയ്തോ? ആൻസർ നോക്കാം നമുക്ക്. ഡോക്ടർ രാധാകൃഷ്ണൻ വാസ് ചെയർമാൻ ഓഫ് UEC. ശരിയാണോ? ശരിയാണ്. ഇവിടെ വരെ ശരിയാണ്. ഡോക്ടർ രാധാകൃഷ്ണനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ അല്ലേ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ് ആ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അറിയപ്പെടുന്നത് തന്നെ. പക്ഷേ ബാക്കി നോക്കൂ, സെറ്റപ്പ് ഇൻ 1946. 1946 UEC സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് റോങ്. ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ 1948. 1948 UEC സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ. 1948. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഇവിടെ ഒരു പേരുണ്ട്, ഇവിടെ ഒരു ഇയർ ഉണ്ട്, ഇവിടെ ഒരു കമ്മീഷൻ്റെ പേരുണ്ട്. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ഇടാം. നമ്മൾ തിങ്ക് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത് മൂന്നും ശ്രദ്ധിച്ച് നോക്കുക. രാധാകൃഷ്ണൻ, യെസ്, ചെയർമാൻ ഓഫ് UEC യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ രാധാകൃഷ്ണൻ നമുക്കറിയാം. പിന്നെ ഇയർ ആണ് നോക്കേണ്ടത്. 1946 അല്ല, 1948. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. 1 തെറ്റെന്ന് പറയുമ്പോൾ തന്നെ ബോത്ത് ട്രൂ എന്നുള്ളത് നമ്മൾ കളഞ്ഞു. ഓക്കെ, അപ്പോൾ 1 തെറ്റാന്ന് മനസ്സിലായി. ഇനി ടു നോക്കുകയാണ്. UGC became a statutory organization of Government of India by an Act of Parliament. ഇത് UGCനെ പറ്റിയിട്ടാണ്. UGC ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആയത് പാർലമെന്റിൽ 1956 നടന്ന ഒരു ആക്ട് പ്രകാരമാണോ? ദാറ്റ് ഇസ് ട്രൂ. 1956 പാർലമെന്റിലെ ആക്ട് പ്രകാരമാണ് UGC വന്നിട്ടുള്ളത്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവരൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു UGC. ബട്ട് ഇത് നിലവിൽ വരുന്നത് 1956 പാർലമെന്റ് ആക്ട് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അപ്പോൾ 2 ഫോൾസും തെറ്റാണ്. അപ്പം 1 തെറ്റ് 2 ട്രൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. 1 ഫോൾസ് ആണ്, 2 ട്രൂ ആണ്. ക്ലിയർ ആയോ? നമ്മൾ 2 കാര്യം ഇവിടെ പഠിച്ചു. വീണ്ടും രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 സെറ്റപ്പ് ചെയ്തെന്നും അത് UGCയുടെ ചെയർമാനാണ് രാധാകൃഷ്ണൻ എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1956 ആക്ട് അനുസരിച്ചാണ് UGC നിലവിൽ വന്നതെന്നും പഠിച്ചു കഴിഞ്ഞു. 4 ഫാക്ട് പഠിച്ചില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ: നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ട്രെയിനിങ് NCERT. മേ ബി ഇവിടെ ഒരു NCERT നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ ഈ ഫുൾ നെയിം തന്നിട്ടുണ്ടാവില്ല. NCERT എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അഥവാ ഈ NCERT ഇവിടെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അല്ലെ, എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് NCERT. ഇറ്റ്സ് എൻ ഓട്ടോണോമസ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ഇൻ 1961. 1961 സെറ്റപ്പ് ചെയ്ത ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ് NCERT ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. ദ റെഗുലേറ്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇസ് UGC. ഹയർ എഡ്യൂക്കേഷൻ്റെ റെഗുലേറ്റർ എന്ന് പറയുന്നത് UGC ആണ്. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ്?
നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് NCERT ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ വർഷം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. യെസ്, ഇറ്റ് ഈസ് ട്രൂ ആണ്. 1961 വന്ന ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ തന്നെയാണ് NCERT. റെഗുലേറ്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നതതല വിദ്യാഭ്യാസത്തിന്റെ റെഗുലേറ്റർ എന്ന് അറിയപ്പെടുന്നത് UGC ആണോ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. സോ രണ്ടും ശരിയാണ്. ബോത്ത് ട്രൂ ആണ്, രണ്ടും ട്രൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത രണ്ട് കാര്യങ്ങൾ പഠിച്ചു. NCERT വന്നത് 61 ഉന്നത വിദ്യാഭ്യാസത്തിന്റെ റെഗുലേറ്റർ ആരാണ്? UGC ആണ്. ഓക്കെ, അപ്പോൾ UGC എന്നാണ് സെറ്റപ്പ് ചെയ്തത്. UGC 1956 പാർലമെന്റ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്റർ ആണ് UGC. NCERT എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആയിട്ട് വരുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നത് 1961 48 ഫസ്റ്റ് വന്ന കമ്മീഷനാണ് UEC എന്ന് നമ്മളിപ്പോൾ പഠിച്ച ഈ കമ്മീഷൻസിൽ രാധാകൃഷ്ണനാണ്, ഡോക്ടർ രാധാകൃഷ്ണനാണ് അതിന്റെ ചെയർമാൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം stated in NEP 1986, NPE 1986, NKC 2005, Education Commission 6466, UEC 4849. എന്താണ് ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് ആരാന്നല്ല, ഏത് ആക്ടിലാണെന്ന് ചോദിച്ചിട്ടുള്ളത്, ഏത് പോളിസിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ആണോ? NKC നാഷണൽ നോളജ് കമ്മീഷൻ 2005 എഡ്യൂക്കേഷൻ കമ്മീഷൻ 6466 ആണോ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 4849 ആണെന്ന്. ആരാണ് ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളാണെന്ന് പറഞ്ഞിട്ടുള്ളത്? അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, കോത്താരിയാണ്. അപ്പോൾ കോത്താരി കമ്മീഷനിലാണ് ഇത് പറയുന്നത്. അപ്പോൾ കോത്താരി കമ്മീഷൻ ഇതിൽ ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കമ്മീഷനുകളുടെ പേര് പഠിക്കുമ്പോൾ അവർ ചെയർമാനെ കൂട്ടി വേറൊരു പേരുണ്ടെങ്കിൽ ആ പേരും പഠിക്കണം, ഇയർ പഠിക്കണം, എല്ലാം അറിയാനായിട്ട് നമുക്ക് ഒരു എല്ലാം അറിയണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കണം അല്ലേ. NPE 1986 ആണോ കോത്താരിയുടെ? 86 പോളിസിക്ക് മുന്നേ കോത്താരിയുടെ ഉണ്ട് അല്ല. അപ്പോൾ ഇതല്ല. NKC നോളജ് കമ്മീഷൻ 2005 അതുമല്ല, അതിന് മുന്നെയാണ്. ഇനി ഇത് രണ്ടിലും ഒന്നാണ്. ഇതിലേതാണ്? ആദ്യത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ് 4849. ആരാ ചെയർമാൻ? ഡോക്ടർ രാധാകൃഷ്ണനാണ്. അപ്പം ഏതാണ്? നമ്മുടെ കോത്താരി കമ്മീഷന്റെ മറ്റൊരു പേരാണല്ലോ എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ അതും അറിഞ്ഞിരിക്കണം. എഡ്യൂക്കേഷൻ കമ്മീഷൻ 6466 ആണ് കോത്താരി കമ്മീഷൻ. അപ്പോൾ 48 49 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആദ്യത്തേത് രാധാകൃഷ്ണൻ ചെയർമാനായിട്ട്, കോത്താരി ചെയർമാനായിട്ടുള്ള കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ആ കമ്മീഷന്റെ വർഷം 64 66. അപ്പോൾ ഏതൊക്കെ വർഷങ്ങളാണ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത്? 48 49 രാധാകൃഷ്ണൻ കമ്മീഷൻ. പിന്നെ 56 പാർലമെന്റിന്റെ ആക്ട് അനുസരിച്ചാണ് എന്ത് വന്നിട്ടുള്ളത്? UGC വന്നിട്ടുള്ളത്. 61 നമ്മൾ എന്താ കണ്ടത്? NCERT ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആയിരുന്നു കണ്ടു 61. 64 66 കോത്താരി കമ്മീഷൻ, യൂണിവേഴ്സിറ്റി അല്ല എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 64 66 അവിടെയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളാണെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. ദ നെയിം ഓഫ് ദ പ്ലാൻ ടു ഇൻക്രീസ് എൻറോൾമെന്റ് ഇൻ ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ്. നെയിം ഓഫ് ദ പ്ലാൻ ടു ഇൻക്രീസ് എൻറോൾമെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എൻറോൾമെന്റ് കൂട്ടാനുള്ള ഒരു പ്ലാൻ. അതായത് നമ്മുടെ സെക്കൻഡറി അല്ലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എൻറോൾമെന്റ് കൂട്ടാനായിട്ടുള്ള ഒരു പ്ലാന്റെ പേര് RUSA, രാഷ്ട്രീയ ഉച്ചതല ശിക്ഷ അഭിയാൻ, സർവശിക്ഷ അഭിയാൻ, ബോത്ത് A and B, നൺ. ഇതിലേതാണ്? ഏതാണ്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എൻറോൾമെന്റ് കൂട്ടാനുള്ള ആ ഒരു പ്ലാന്റെ പേര് രാഷ്ട്രീയ ഉച്ചതല ശിക്ഷ അഭിയാനാണോ സർവശിക്ഷ അഭിയാനാണോ? ഇത് രണ്ടും കൂടി ഉണ്ടോ? അത് ഇത് രണ്ടും അല്ലയോ എന്നാ ചോദിക്കണേ. അപ്പോൾ നമ്മൾ ആ നെയിമിൽ നമുക്കിവിടെ ടൈറ്റിൽ നിന്ന് കിട്ടും. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉന്നതതല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ ഉച്ചത ശിക്ഷ അഭിയാൻ അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് RUSA ആണ് കറക്റ്റ്. ഇൻക്രീസ് എൻറോൾമെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് RUSA രാഷ്ട്രീയ ഉച്ചതല ശിക്ഷ അഭിയാൻ ആണ്. ഓക്കെ, സോ ആൻസർ ഇവിടെ ഓപ്ഷൻ E ആണ്. അടുത്ത ചോദ്യം. വിച്ച് കമ്മിറ്റീസ് റിപ്പോർട്ട് ഇസ് ടൈറ്റിൽഡ് ആസ് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട്? ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദേശീയ വികസന റിപ്പോർട്ട് എന്നറിയപ്പെട്ടിരുന്നത് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്? രാധാകൃഷ്ണ, കോത്താരി, മുതലിയാർ, നൺ ഓഫ് ദ എബോവ്. ഏതാണെന്നറിയാമോ? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട്, എഡ്യൂക്കേഷൻ കമ്മീഷൻ. ആരാണ്? കോത്താരി കമ്മീഷനാണ് ഇതിന്റെ ആൻസർ. കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടാണ് എന്താ അറിയപ്പെട്ടിരുന്നത്? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 5 ചോദ്യങ്ങളിലൂടെ എത്ര കാര്യങ്ങൾ പഠിച്ചു? 1956 ആക്ട് അനുസരിച്ച് വന്നത് UGC ആണ്. ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി UGC ആണ്. NCERT 61 വന്നു. രാധാകൃഷ്ണൻ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് 48 49. 64 66 കോത്താരി കമ്മീഷൻ. ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളാണെന്ന് പറഞ്ഞത് കോത്താരി.
അത് യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66 പിന്നെ എൻറോൾമെന്റ് ഹയർ എഡ്യൂക്കേഷൻ കൂട്ടുക എന്നുള്ളതിൻ്റെ ആ ഒരു നെയിമാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട് കോത്താരി കമ്മീഷൻ്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമ്മീഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എക്സ്പ്രസ് ദ ഒപ്പീനിയൻ ദാറ്റ് to avoid famine in the country, the production of food must be doubled in next 15 years and maintain an adequate growth thereafter. ഏത് കമ്മീഷനാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? എന്ത്? ടു അവോയ്ഡ് ഫാമൈൻ, ഇന്ത്യയിൽ ക്ഷാമം ഒഴിവാക്കണം, നമ്മുടെ രാജ്യത്തിന് ക്ഷാമം ഒഴിവാക്കണം. പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് മസ്റ്റ് ബി ഡബിൾഡ്, നമ്മുടെ ഫുഡിന്റെ പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം ഡബിൾ ആക്കണം. ഇൻ നെക്സ്റ്റ് 15 years, അടുത്ത 15 വർഷത്തേക്ക് ഭക്ഷ്യോൽപാദനം ഡബിൾ ആക്കണം. ആൻഡ് മെയിൻറ്റെയിൻ ആൻഡ് അഡിക്കേറ്റ് ഗ്രോത്ത് ദെയറാഫ്റ്റർ, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഒരു കമ്മീഷൻ, വിദ്യാഭ്യാസ കമ്മീഷനുകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരു കമ്മീഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാണ്ടൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആലോചിച്ചിട്ടാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ക്ഷാമം ഇല്ലാതാവണം, അടുത്ത 15 വർഷത്തേക്ക് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യണം, അതുപോലെ നമ്മൾ പിന്നെ അങ്ങോട്ട് ഒരു അഡിക്കേറ്റ് ഗ്രോത്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഒരു വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണെങ്കിലും വിദ്യാഭ്യാസത്തിലൂടെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ രാജ്യത്തിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി ക്ഷാമം ഇല്ലാതാകണം, ക്ഷാമമില്ലാത്തൊരു ക്ഷേമരാഷ്ട്രം വേണം, അതിനുശേഷം 15 വർഷത്തേക്ക് ഡബിൾ ആയിരിക്കണം നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ, പിന്നെ അടിക്കടി ഗ്രോത്ത് വേണം എന്നൊക്കെ പറഞ്ഞ കമ്മീഷൻ ഏതാണെന്നറിയാമോ? ഇവിടെ ഓപ്ഷനിൽ കോത്താരി ഉണ്ട്, NEC 1964, രാധാകൃഷ്ണ UEC 1948. ഏത് കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളത്? ദ ആൻസർ ഇസ് കോത്താരി കമ്മീഷൻ. അപ്പോൾ കോത്താരി കമ്മീഷനാണ് എന്താണ്? കോത്താരി കമ്മീഷൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്കൊരു വിദ്യാഭ്യാസവും എക്കണോമിക് ഡെവലപ്മെന്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഈ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ ഒരു ചിന്ത മുന്നിൽ കണ്ടിട്ട് ഇന്ത്യയിലെ ക്ഷാമം ഒഴിവാക്കണമെന്നും ഭക്ഷ്യോൽപാദനം ഡബിൾ ആക്കണമെന്നൊക്കെ പറഞ്ഞ ആരാണ്? കോത്താരിയാണ് അല്ലെ. ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളാണെന്ന് പറഞ്ഞ് കോത്താരിയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട്, കോത്താരി കമ്മീഷനാണ് ഇങ്ങനൊരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളത്. നാഷണൽ നോളജ് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ June 2003 ബൈ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്. ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ്. അടുത്തത്, കോത്താരി കമ്മീഷൻ റെക്കമെൻഡഡ് എ നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഓഫ് 10+2+3. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബോത്ത് A and B ട്രൂ ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് A ട്രൂ ആണ്, B ഫോൾസ് ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബോത്ത് ഫോൾസ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് A ഫോൾസ് ആണ്, B ട്രൂ ആണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നാഷണൽ നോളജ് കമ്മീഷൻ June 2003 മൻമോഹൻ സിംഗ് സെറ്റപ്പ് ചെയ്താണ്, ശരിയാണോ? NKC, നാഷണൽ നോളജ് കമ്മീഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് NKC മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ഒന്ന് കമ്മീഷന്റെ പേര് നോക്കണം, 2 ആ കമ്മീഷന്റെ വർഷം തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കണം, പിന്നെ അത് ആരാണ് വ്യക്തി തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കണം, ഓരോന്നും നോക്കണം. നാഷണൽ നോളജ് കമ്മീഷൻ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നതാണ്. June 2003 ആണോ? അല്ല, June 2003 അല്ല, 2005 NKC ആദ്യം വരുന്നത്. സോ അവിടെ ഇയർ ആണ് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എ തെറ്റാണ്. ഇനി കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ 10+2+3. ഇപ്പൊ നമ്മുടെ നിലവിലുള്ള 10+2+3 സ്ട്രക്ചർ നമ്മുടെ കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻ ആണോ അല്ലയോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് റെക്കമെൻഡേഷൻ ബൈ കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആണ് 10+2+3 നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സോ A ഫോൾസ്, B ട്രൂ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓൾസോ നോൺ ആസ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ വേറെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കോത്താരി, മുതലിയാർ, രാധാകൃഷ്ണ, ഹണ്ടർ കമ്മീഷൻ 4 ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. നമ്മൾ ഓൾറെഡി കുറച്ച് പേരുകൾ പറഞ്ഞല്ലോ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രാധാകൃഷ്ണയാണ്. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ ഏതായിരിക്കും? യെസ്, മുതലിയാർ കമ്മീഷന്റെ മറ്റൊരു പേരാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ മറ്റൊരു പേരാണ് മുതലിയാർ കമ്മീഷൻ അല്ലേ. അടുത്തത്, കരിക്കുലം ഷുഡ് ബി റിവൈസ്ഡ് പീരിയോഡിക്കലി ബേസ്ഡ് ഓൺ റിസർച്ച് സജഷൻ ഓഫ് കോത്താരി, മുതലിയാർ, രാധാകൃഷ്ണ, NKC. ഏതാണ്? കരിക്കുലം പീരിയോഡിക്കലി റിവൈസ് ചെയ്യണം റിസർച്ചിന്റെ ബേസിൽ എന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷനാണ് പറഞ്ഞത് കരിക്കുലം പീരിയോഡിക്കലി, ഇപ്പോഴത്തെ കരിക്കുലം ഓക്കെ അല്ല, കരിക്കുലം റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക്കലി റിവൈസ് എന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പൗണ്ട് ഓഫ് NKC 2006-2009 റിപ്പോർട്ട്? NKC നാഷണൽ നോളജ് കമ്മീഷൻ 2006-2009 റിപ്പോർട്ടിൽ ഒരു കമ്പൗണ്ട് അല്ലാത്തത് ഇത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ നോട്ട് എ, നോ, ട്രൂ, ഫോൾസ് എന്നൊക്കെ കണ്ട് അപ്പോൾ തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. എന്നിട്ട് ഒരു തവണ കൂടെ നമ്മൾ നോക്കണം, നമ്മൾ അത് തന്നെയല്ലേ ചെയ്തിരിക്കണമെന്ന് നോക്കണം, എപ്പോഴും നോക്കണം. രണ്ടാമത് ഒന്നുകൂടെ നോക്കാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഇതിൽ ഈ NKC 2006-2009 റിപ്പോർട്ടിൽ പറയാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആക്സസ് ടു നോളജ്, നോളജ് കോൺസെപ്റ്റ്, ഡെലിവറി ഓഫ് സർവീസസ്, ബോറോയിങ് ഓഫ് നോളജ്. ഏതായിരിക്കും?
നമുക്ക് ഈ റിപ്പോർട്ട് അറിഞ്ഞാലേ കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റൂ. എന്നാലും ഒരു കോമൺ സെൻസ് വെച്ച് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു ട്രൈ. ആക്സസ് ടു നോളജ്, നോളജ് ആക്സസ് ചെയ്യുക, നോളജ് കോൺസെപ്റ്റ്സ്, ഡെലിവറി ഓഫ് സർവീസസ്, സർവീസസിന്റെ ഡെലിവറി, നോളജ് ബോറോയിങ്, കടം വാങ്ങൽ. ഇതായിരിക്കും നിങ്ങളുടെ ഗസ് കറക്റ്റ് ആണെങ്കിൽ കമന്റ് ചെയ്യണേ. ഇതിന്റെ കറക്റ്റ് ആൻസർ ഇതാണ്. ബോറോയിങ് ഓഫ് നോളജ് ആണ് ഈ റിപ്പോർട്ടിൽ പറയാത്തത്. ഇപ്പൊ NKC 2006-2009 റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ആക്സസ് ടു നോളജ്, നോളജ് കോൺസെപ്റ്റ്സ്, ഡെലിവറി ഓഫ് സർവീസസ്. പറയാത്തത് ബോറോയിങ് ഓഫ് നോളജ്. ഓക്കെ, ഈ 10 ക്വസ്റ്റ്യനുകൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ മുതലിയാർ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ ഇയർ 48-49, 66-69 നമ്മുടെ കോത്താരി കമ്മീഷൻ. 61 NCERT വന്നു. 56 പാർലമെന്റ് ആക്ട് അനുസരിച്ചാണ് UGC വന്നത്. ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്റർ ആണ് UGC. പിന്നെ ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളാന്ന് പറഞ്ഞ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇന്ത്യയുടെ ഓവറോൾ ഡെവലപ്മെന്റ്, എക്കോണമി, ഇന്ത്യയുടെ ഫമൈൻ ഇല്ലാതാക്കുക, ഫുഡ് പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യുക, ഒരു അഡിക്കേറ്റ് ഗ്രോത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത് കോത്താരിയാണ്. പിന്നെ നമ്മുടെ നാഷണൽ നോളജ് കമ്മീഷൻ 2005 വരുന്നത്. മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് വരുന്നത്. പിന്നെ കരിക്കുലം പീരിയോഡിക്കലി റിവൈസ് എന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനിലാണ് പറയുന്നത്. പിന്നെ നമ്മുടെ NKCയുടെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആക്സസ് ടു നോളജ്, നോളജ് കോൺസെപ്റ്റ്സ്, ഡെലിവറി സർവീസ് ഒക്കെ NKCയുടെ കമ്പോണൻസ് ആണ് അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലേ? നമ്മുടെ MCQ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത LDC ഡിഗ്രിയുടെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള PSC എക്സാം ഗൈഡിൻ്റെ ലോങ് ടേം കോഴ്സസ് റണ്ണിംഗ് ആണ്. ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ക്ലാസ് വീണ്ടും കാണാൻ അതുവരേക്കും